ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന മയ്യനാട് എന്ന സ്ഥലത്താണ്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് അറിയണ്ടേ? അതെ, ഇവിടെ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും സീഡ്സും ഒക്കെ കിട്ടുന്ന പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ കടയൊന്ന് കാണാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത്. ഈ കടയുടെ പേര് അമാന ട്രേഡേഴ്സ് എന്നാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അമാന ട്രേഡേഴ്സിലേക്ക് പോയാലോ? എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചിലപ്പോൾ നിങ്ങളിൽ പലരും അന്വേഷിക്കുന്ന മിക്ക വസ്തുക്കളും ഇവിടെ നിങ്ങൾക്ക് കാണാനാകും. മിക്കപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മധുരം നൽകിക്കൊണ്ടാണ് ആരംഭിക്കുക അല്ലേ? നമുക്ക് ഇവിടെയും അങ്ങനെ തന്നെ തുടങ്ങിയാലോ? ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓൺലൈനായി നിങ്ങൾക്ക് മധുരം നൽകാൻ എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ടിട്ട് നമുക്ക് മധുരം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്പർ 1 ക്വാളിറ്റിയുള്ള കാഷ്യൂ നട്ട്സും അവൈലബിൾ ആണ്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന വിവിധ തരത്തിലുള്ള മിഠായികളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈ ഫ്രൂട്ട്സുകളുടെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. മാംഗോ, പൈനാപ്പിൾ, കിവി, ചെറി, പ്ലം, പപ്പായ, നെല്ലിക്ക, അത്തിപ്പഴം, ഡേറ്റ്സ് തുടങ്ങിയവ.
തന്നെ നട്ട്സിൻ്റെ നല്ലൊരു ശേഖരവും ഇവിടെയുണ്ട്. കാഷ്യൂനട്ട്, പിസ്ത, വാൾനട്ട്, ബദാം, പീനട്ട്, ഡേറ്റ്സ് എന്നിവ. കൂടാതെ സീഡ്സുകളുടെ ഒരു ശേഖരം കൂടിയുണ്ട്. സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, ബ്ലാക്ക് സീഡ്, ഫ്ലാക്സ് സീഡ് ആൻഡ് സീസമി എന്നാൽ എള്ള്, ഇങ്ങനെ നിരവധി സീഡ്സുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ സാധാരണക്കാരിൽ പലരും അധികം കണ്ടിട്ടില്ലാത്ത ഒരു സീഡ്സ് കൂടി ഇവിടെ ലഭ്യമാണ്. അതായത് പൈനാപ്പിൾ കോയിൻ എന്ന് പറയും. എന്താണ് പൈനാപ്പിൾ കോയിൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയുമ്പം അല്ലെ, നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് ഒരു നീളത്തിലൊരു സംഭവം കാണുമല്ലോ അല്ലേ. പല സ്ഥലങ്ങളിലും അതിന് പല പേരാണ് പറയുക. ചിലയിടത്ത് പൂഞ്ഞ് എന്ന് പറയും, ചിലയിടത്ത് പൂഞ്ച് എന്ന് പറയും. അപ്പോൾ എന്തായാലും സംഭവം ഒന്ന് തന്നെയാണ്. അതിനെ ചെറിയ പീസുകളായി കോയിൻ പോലെ ആക്കിയിട്ട് അതിനെയും ഒരു സീഡ്സ് ആക്കി അവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരും കാലങ്ങളിൽ നമുക്ക് ഈ ചക്കയുടെ പൂഞ്ച് അല്ലെങ്കിൽ പൂഞ്ഞ് ഇതിനെ വരെ നമുക്ക് ഈ വിപണികളിൽ സീഡ്സിൻ്റെ രൂപത്തിൽ കാണാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിരിയാണിക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് അത്തിപ്പഴമാണ്. തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മുടെ പൈനാപ്പിൾ കൊയിൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ പൈനാപ്പിൾ കൊയിനെ കുറിച്ച്. ഇതാണ്. അതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് ഇഞ്ചി മിഠായിയാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി ഈ കടയുടെ ഓണർ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. പേര് റഹീം. ഇതെൻ്റെ കൊച്ചാപ്പ് കൂടിയാണ് കേട്ടോ.